ടങ് ടൈ അല്ലെങ്കിൽ നാക്കിന് കെട്ട് ഉള്ള കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഡിഫിക്കൾട്ടായിട്ട് വരുന്ന സൗണ്ട്സ് ഈ നാക്ക് മുകളിലേക്ക് മുട്ടിച്ച് പറയുന്നതാണ്. എക്സാമ്പിൾ ട്, ഡ, ല. ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നാക്കിന് കെട്ടുണ്ടെങ്കിൽ ഈ സൗണ്ട്സ് അവരെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നോക്കുക. ഇഫ് ഇൻ കേസ് അവർക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദെൻ നിങ്ങളൊരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഏർലി ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ സീക്ക് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവരുടെ ആ മൂവ്മെൻറ്റ്സിലൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇഫ് ഇൻ കേസ് തെറപ്പിയിലൂടെ ഈ ടങ് ടൈ റിലീസ് ചെയ്യാതെ തെറപ്പിയിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇംപ്രൂവ്മെൻറ്റ് വരും എന്നുള്ളൊരു അഷ്വറൻസ് തെറപ്പിസ്റ്റ് തരുവാന്നുണ്ടെങ്കിൽ പ്ലീസ് പ്രൊസീഡ് വിത്ത് ദാറ്റ്. ബിക്കോസ് അതായിരിക്കും കുറേയും കൂടിയും ഈസിയർ വേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് കുറേയും കൂടി തിരിച്ചു കിട്ടാനായിട്ടുള്ളത്. ആൻഡ് ഇഫ് ഇൻ കേസ് ദ തെറപ്പിസ്റ്റ് നിങ്ങൾ അഡ്വൈസ് ചെയ്യുക ദാറ്റ് ഈ ഒരു ടങ് ടൈ അവർക്ക് തെറപ്യൂട്ടിക്കലി ചെയ്യാനായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ടെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഗോ ഫോർ എ ടങ് ടൈ റിലീസ് സർജറി. നമ്മുടെ ടങ് ടൈ 3 രീതിയിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്: ഫ്രോണ്ടൽ ടൈ, മിഡ് ടൈ ആൻഡ് പോസ്റ്റീരിയർ ടൈ. ഈ ഫ്രോണ്ടൽ ടങ് ടൈ വരുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ ഈ പറഞ്ഞ സൗണ്ട്സ് ലൈക്ക് ട്, ഡ, ന, ള എന്നുള്ള സൗണ്ട്സ് ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇൻ കേസ് മിഡ് ടൈ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അധികം ഡിഫിക്കൽട്ടീസ് വരുന്നില്ല. ഓക്കെ, ഇൻഫാക്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പോലെ അത് പോകുന്നു. ബട്ട് ഇഫ് ഇൻ കേസ് പോസ്റ്റീരിയർ ടൈ ആണെന്നുണ്ടെങ്കിൽ ഈതർ അത് ഐഡൻറ്റിഫൈ ചെയ്യും ഓർ അൺഐഡൻറ്റിഫൈ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സൗണ്ട്സ് ലൈക്ക് ഗ, ങ എന്നുള്ള സൗണ്ട്സിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലുണ്ട്. പലപ്പോഴും ടങ് ടൈ നമ്മൾ തെറ്റിദ്ധരിക്കും. വി ഓൾവേസ് ഫീൽ ദാറ്റ് നമ്മുടെ നാക്കിൻ്റെ ബാക്കിൽ ഒരു ഫിസ്റ്റുല അല്ലെങ്കിൽ ഒരു ക്ലെഫ്റ്റ് ഉള്ള പോലെ ആയിരിക്കും, നമ്മുടെ സോഫ്റ്റ് പാലറ്റിൽ ക്ലെഫ്റ്റ് ഉള്ള പോലെ ആയിരിക്കും ചിലപ്പോൾ അത് സൗണ്ട് ചെയ്യുക. ബട്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈതർ ഒരു ENT ഡോക്ടറിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ഈ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെൻറ്റോട് കൂടി തന്നെ നിങ്ങളത് മനസ്സിലാക്കുക.